സൂര്യ ടിവിയിൽ അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് അഞ്ച് സുന്ദരികൾ. വളരെ കുറച്ചു നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ പരമ്പര സംപ്രേഷണം ആരംഭിച്ചിട്ടെങ്കിൽ കൂടി നിരവധി ആരാധകരെയാണ് ഇതിനോടകം തന്നെ പരമ്പരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. പരമ്പരയ്ക്ക് മാത്രമല്ല, പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ആരാധകർ ഏറെയാണുള്ളത്. എന്നാൽ ഇപ്പോഴിതാ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ അഞ്ച് സുന്ദരികളിൽ വൃന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന തമിഴ് നടിയായ ദിയ ചിറ്റി എന്ന നടിയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ദിയ ഈ പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് എന്നാണ്. കഥാപാത്രത്തിൻ്റെ മാറ്റം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട്. ഇപ്പോൾ ദിയ ചിറ്റിയുടെ പിന്മാറ്റത്തിന് പിന്നിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള കമൻസുകളാണ് ഇൻസ്റ്റഗ്രാമിലും മറ്റും ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ദിയയുടെ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ദിയയായി ഇനി അഞ്ച് സുന്ദരികളിൽ എത്തുന്നത് നീലക്കുയിൽ, കാർത്തിക ദീപം തുടങ്ങിയ ഹിറ്റ് പരമ്പരകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന താരമായ സ്നിഷ ചന്ദ്രനാണ്. സ്നിഷ ചന്ദ്രന്റെ തിരിച്ചുവരവിൽ വലിയ ആവേശത്തിലാണ് ആരാധകരും. സ്നിഷ വന്നതോടെ സീരിയൽ കൂടുതൽ ഉഷാറാകുമെന്നും സ്നിഷയാണ് വൃന്ദയായി കൂടുതൽ അനുയോജ്യമെന്നും ചില പ്രേക്ഷകരൊക്കെ. എന്നാൽ മറ്റു ചിലരാകട്ടെ അഞ്ച് സുന്ദരികൾ എന്ന പരമ്പര ആരംഭിച്ചതു മുതൽ വൃന്ദയായി എത്തിയിരുന്നത് ദിയ ചിറ്റിയായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ആ കഥാപാത്രം പെട്ടെന്ന് സ്നിഷയിലേക്ക് മാറിയ സമയത്ത് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നും, എങ്കിൽ ആദ്യം മുതലേ സ്നിഷയെ തന്നെ ആക്കിയാൽ മതിയായിരുന്നല്ലോ, ഇതിപ്പോൾ പരമ്പര ഒന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളെയും അംഗീകരിച്ചു വരികയാണ്, ആ സമയത്ത് തന്നെ പെട്ടെന്നൊരു കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മാറും എന്ന് പറയുന്ന സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നവരുമുണ്ട്. കാരണം ചിലർക്കൊക്കെ ദിയയുടെ പിന്മാറ്റം ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. അഞ്ച് സുന്ദരികൾ ഇപ്പോൾ സൂര്യ ടിവിയിൽ നല്ല റേറ്റിംഗോടെ തന്നെ മുൻപോട്ട് പോകുന്ന പരമ്പര തന്നെയാണ്. എന്നാൽ പരമ്പരയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന താരങ്ങളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ് പൊതുവെ അഭിപ്രായങ്ങൾ വരുന്നത്. ഒരാളെ കൊണ്ടുവന്നാൽ അയാളെ വെച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം മറ്റൊരാൾ വരുന്ന സമയത്ത് ആ ഒരു കഥാപാത്രമായി ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കും കുറച്ച് സമയം വേണം എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ദിയ ചിറ്റിയായി വൃന്ദ എന്ന കഥാപാത്രത്തെ അംഗീകരിച്ചു വരികയായിരുന്നു. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് പിന്മാറിയെന്നും ഇനിയിപ്പോൾ അടുത്ത ആൾ വരുന്ന സമയത്ത് അംഗീകരിക്കാൻ കുറച്ച് സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞുള്ള കമൻസുകളും ഒരുപാട് വരുന്നുണ്ട്. അഞ്ച് സുന്ദരികൾ എന്ന പരമ്പര വളരെ പെട്ടെന്നാണ് പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയത്. വളരെ വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലം തന്നെയാണ് ഈ പരമ്പരയുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രേക്ഷകരും ഈ പരമ്പരയ്ക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളതും. വളരെ മികച്ച അഭിപ്രായം തന്നെയാണ് പരമ്പര ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്. പരമ്പര ഇനിയും കൂടുതൽ റേറ്റിംഗിൽ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത്. ദയവ് ചെയ്ത് ഇനി കഥാപാത്രങ്ങളെ മാറ്റരുത് എന്നൊക്കെയുള്ള കമൻസുകളും ഈ ഒരു പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട്. ദിയ ചിറ്റി എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഏതായാലും ഇനി പുതുതായി വരാൻ പോകുന്നത്